ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വൻ തിരിച്ചടി പിണറായിയുടെ അപ്രമാദിത്വത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും സ്വർണ്ണക്കൊള്ളയുമൊക്കെ ആ ഒരു വലിയ പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ഇലക്ഷന് LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പിണറായിയെ പ്രചാരണ നായകനാക്കി ഒതുക്കുന്നതിനുള്ള ശ്രമം MA ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. പ്രചാരണ നായകനാക്കി ഒരിക്കൽ VSനെ ഒതുക്കിയതാണ്. അതേ തിരിച്ചടി അതേ വാചകത്തിൽ തന്നെ തിരിച്ച് പിണറായിയിലും എത്തിച്ചേരുന്നുണ്ടോ? രാഷ്ട്രീയ കേരളം സാഗൂതം നോക്കുന്നത് ഈ വാർത്തയാണ്. ഇന്നലെ നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ ആ രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തി പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഭരണപക്ഷത്തിന് വേണ്ടി മുൻനിരയിൽ നിന്നത് KK ശൈലജയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന് പിന്നാലെ സഭയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ്. പ്രതിപക്ഷത്തിനെതിരെ KK ശൈലജയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷമാണ് ആദ്യമായി ചാടിയിറങ്ങി മുദ്രാവാക്യവും പ്രകടനവും നടത്തിയത്. മുദ്രാവാക്യം മുഴക്കി ആദ്യ സഭ വിട്ടതും ഭരണപക്ഷം തന്നെയാണ്. സാധാരണ പ്രവേശ